ഹലോ, റോഷുവിന്റെ വിശേഷം. ഇന്ന് റോഷുവിന് ഇഷ്ടപ്പെട്ട ഒരു ചേച്ചി വിശുദ്ധയുടെ ഫീസ്റ്റാ. ആരാന്നറിയോ? വിശുദ്ധ മഗ്ദലന മറിയം. മഗ്ദലന മറിയം ചേച്ചി ഈശോയുടെ കൂടെ എപ്പോഴും ഉള്ള ഒരു ചേച്ചിയാണ്. ബൈബിളില് നമുക്ക് കുറെ സ്ഥലത്ത് ചേച്ചിനെ കുറിച്ച് പറയുന്ന കേൾക്കാലോ. പണ്ട് ഒരു ദിവസം ഈശോവചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്നപ്പോ കുറെ ചേട്ടന്മാര് മഗ്ദലന മറിയം ചേച്ചിനെ പിടിച്ചോണ്ട് വന്ന് ഈശോയുടെ അടുത്തേക്ക് ഉന്തിരിട്ട് പറഞ്ഞു, ഇവൾ പാപിനിയാണ്, ഇവൾ കുറെ ചെറുക്കന്മാരുടെ കൂടെ പാപം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഈ ചൊപ്പ തലയുയർത്തി നോക്കിയിട്ട് ആ ചേട്ടന്മാരോട് പറഞ്ഞു, സ്റ്റോപ്പ്, നിങ്ങള് പാപം ചെയ്യാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. അപ്പൊ ചേട്ടന്മാർക്ക് നാണായി, അവർക്ക് ഷെയിം വന്നു, കാരണം അവരെല്ലാരും പാപം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അവരെന്ത് ചെയ്തു? നാണായിട്ട് അവര് കല്ല് താഴെയിട്ടിട്ട് ഓടിപ്പോയി. ഈച്ചോപ്പയും മഗ്ദലന മറിയം ചേച്ചി മാത്രം ആ സ്ഥലത്ത് നിന്നു. അപ്പൊ ഈച്ചോപ്പ പറഞ്ഞു, മോളെ, ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല ഈച്ചോപ്പ. അപ്പൊ ഈച്ചോപ്പ പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, പക്ഷേ നീ പൊക്കോ, ഇനി നീ പാപം ചെയ്യാൻ പാടില്ല. അന്ന് തൊട്ട് ഈച്ചോപ്പ പറഞ്ഞതനുസരിച്ച് ജീവിച്ച വിശുദ്ധയാണ് വിശുദ്ധ മഗ്ദലന മറിയം ചേച്ചി. ഈച്ചോപ്പ കുരിശിൽ മരിച്ച സമയത്ത് പോലും ഈച്ചോപ്പയുടെ അടുത്ത് ചേച്ചി ഉണ്ടായിരുന്നു. വിശുദ്ധ അമ്മ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ, പിന്നെ മഗ്ദലന മറിയം ചേച്ചി, ഇവര് 3 പേരുമാണ് ഈച്ചോപ്പയുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നവർ. അതുകൊണ്ട് ഈച്ചോപ്പയുടെ കൂട്ടുകൂടിയെ കൊണ്ട്, ഈച്ചോപ്പയുടെ ചങ്കായത് കൊണ്ട് ഈച്ചോപ്പയ്ക്ക് മഗ്ദലന മറിയം ചേച്ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഈച്ചോപ്പ ഉയർത്തെഴുന്നേറ്റപ്പോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയം ചേച്ചിക്ക്. മഗ്ദലന മറിയം ചേച്ചി കരയുമായിരുന്നു, എന്റെ ഈച്ചോപ്പനെ ആരോ എടുത്തോണ്ട് പോയി എന്ന് കരയായിരുന്നു. അപ്പോ ഈച്ചോപ്പ തോട്ടക്കാരനെ പോലെ ഡ്രസ് ഇട്ടിട്ട് വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാണ് കരയുന്നത്? അപ്പൊ മറിയം പറഞ്ഞു, എന്റെ ഈച്ചോപ്പനെ ആരോ എടുത്തോണ്ട് പോയി, എവിടെയോ വെച്ചെന്ന് പറയുവാണെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. അപ്പൊ ഈച്ചോപ്പ പറഞ്ഞു, മറിയം വിളിച്ചു. അപ്പൊ അവൾ പറഞ്ഞു, റബ്ബോനി. അങ്ങനെ അവർക്ക് മനസ്സിലായി ഈച്ചോപ്പയാണ് തന്റെ മുമ്പിൽ നിൽക്കണേന്ന്. അങ്ങനെ ഫസ്റ്റ് ടൈം വേദഗതിട്ട് ഈച്ചോപ്പ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. കൂട്ടുകാരെ, നമ്മളും ഈച്ചോപ്പയുടെ ചങ്സ് ആയാൽ, ഈച്ചോപ്പയുടെ കട്ടയായിട്ട് സ്നേഹിച്ചാൽ, പാപം ചെയ്യാതിരുന്നാൽ നമ്മുടെ അടുത്തും ഈച്ചോപ്പ പ്രത്യക്ഷപ്പെടാം. നന്മ ചെയ്ത് നമുക്കും ഇഷ്ടമായിത്തീരാം. ഈച്ചോപ്പ ബ്ലെസ് യു. ഹലോ, റോഷുവിന്റെ വിശേഷം. ഇന്ന് റോഷുവിന് ഇഷ്ടപ്പെട്ട ഒരു ചേച്ചി വിശുദ്ധയുടെ ഫീസ്റ്റാ. ആരാന്നറിയോ? വിശുദ്ധ മഗ്ദലന മറിയം. മഗ്ദലന മറിയം ചേച്ചി ഈച്ചോപ്പയുടെ കൂടെ എപ്പോഴും ഉള്ള ഒരു ചേച്ചിയാണ്. ബൈബിളില് നമുക്ക് കുറെ സ്ഥലത്ത് ചേച്ചിനെ കുറിച്ച് പറയുന്ന കേൾക്കാലോ. പണ്ട് ഒരു ദിവസം ഈശോവചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്നപ്പോ കുറെ ചേട്ടന്മാര് മഗ്ദലന മറിയം ചേച്ചിനെ